എനിക്ക് ആ കമൻറ്റ് നോക്കൂ. കഴപ്പ് കൂടുതലാണെങ്കിൽ വല്ല മുരിക്കിലും കൊണ്ട് പറഞ്ഞും പോലെ ശരി ഓക്കെ ഓക്കെ. ഒരു പൂ കൊണ്ട് കൊട്ടാരം പണിതവൾ. ആ പൂ എന്നുള്ള അർത്ഥം എന്ത് അർത്ഥമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര ദിവസം എത്ര വർഷം എടുത്തു? 2 വർഷം. വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ജനുവരി വരുമ്പോ 2 വർഷം തികയും. ഹാപ്പി, ഓഫ് കോഴ്സ് ഹാപ്പി. മിക്സഡ് ഇമോഷൻസ് ആണ്. സങ്കടം, ഹാപ്പിനെസ് എല്ലാം ഉണ്ട്. സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇന്ന് അവിചാരിതമായൊരു പോസ്റ്റ് കണ്ടു. നിങ്ങൾ വളരെ വലിയ തിരക്കുകളിലോ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണണമെന്നൊന്നുമില്ല. അത് റെലവൻ്റ് ആണോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുതെ ഒരു പറഞ്ഞു പോകേണ്ട സംഭവമൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഈ മറ്റേ ജോജി സിനിമയ്ക്കകത്ത് ഈ അവിടെ ഇവിടെ ഇരുന്ന് പറയുന്നൊരു പോലത്തെ പരിപാടി എന്താണെന്നുള്ള കാര്യം അധികം ഇതാക്കാൻ നമുക്ക് എന്താണെന്നുള്ളത്. ഒരാളൊരു വീട് വെച്ചു, അതിന് ഏതാണ്ട് 1.25 കോടി രൂപ വില വരുന്നൊരു വീടാണ്. ബട്ട് അയാളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് മൊത്തം. എന്താണെന്നല്ലേ നോക്കാം. ശ്രുതി തമ്പിയുടെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് കമൻറ്റ്. 1.25 കോടി രൂപയുടെ വീടും 25 ലക്ഷം രൂപയുടെ കാറും ശ്രുതി അധ്വാനിച്ചുണ്ടാക്കി. അതിനെതിരെയുള്ള നെഗറ്റീവ് കമൻറ്റുകളാണിവ. ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് പിടിക്കില്ലല്ലോ, ഇതിനെ കണ്ണുകടി എന്ന് പറയും, അപ്പോൾ വെറുതെ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ്. ശ്രുതി തമ്പിക്ക് സൈബർ അറ്റാക്ക് എന്നാണ് ഈ ഒരു പോസ്റ്റിൻ്റെ അകത്തുള്ള മൊത്തത്തിൽ കിടക്കുന്നത്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഭയങ്കര കഠിനാധ്വാനം തന്നെ, നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ചതല്ല എന്ന് ദുബായ്ക്കാർക്ക് മൊത്തം അറിയാം. ഓക്കെ, അവർ നേരായ വഴിക്കല്ല ഉണ്ടാക്കിയത് എന്നുള്ളത് ദുബായ്ക്കാർക്ക് മൊത്തം അറിയാം എന്ന് പറയുന്നു. അതെ, ഭയങ്കര അധ്വാനമാണ്, ദുബായിലെ എല്ലാവർക്കും അറിയാം. അവിടെയും വീണ്ടും പറയുന്നു, ഒരു പൂ കൊണ്ട് കൊട്ടാരം പണിതവൾ. ആ പൂ എന്നുള്ള അർത്ഥം എന്ത് അർത്ഥമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, ഇവിടെ 15 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു, ഇതുവരെ കടമല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന കമൻറ്റുകളും ഉണ്ട്. അപ്പോൾ ശ്രുതി തമ്പി ഒരു വീട് വെച്ചു, ആ വീടിൻ്റെ പാല് കാച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി. അതിൻ്റെ പുറകെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് പങ്കുവയ്ക്കാം കേട്ടോ. നന്നാകുന്നത് പിടിക്കാത്തത് കൊണ്ടല്ലേടോ ദുബായിലുള്ളവർക്ക് ചരിത്രം അറിയാം. നന്നാകുന്നത് കണ്ടിട്ട് പിടിക്കാത്തത് കൊണ്ടൊന്നും അല്ല, ദുബായിലുള്ളവർക്ക് ചരിത്രം മൊത്തം അറിയാം എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് അതാരും പറയുന്നില്ല. നിങ്ങൾ ദുബായിലാണോ? നിങ്ങൾ പറയൂ. അപ്പോൾ ആണുങ്ങൾ എങ്ങനെ അവിടെ വേറെ പണി എടുക്കുന്ന അമ്മയെ വിട്ടിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. സോ ഗൈസ്, ഇതിനകത്ത് ഈ പുള്ളിക്കാരത്തി നമുക്ക് കമൻസിലേക്ക് വരാം. പക്ഷേ ഇതിനകത്ത് മൊത്തത്തിൽ കിടക്കുന്ന ഒരു സാധനം ഏതാണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? നാണം കെട്ടും പണമുണ്ടാക്കിയാൽ നാണക്കേടാ പണം മാറ്റിടും. എന്നാൽ പറ, ഇവൾക്ക് ദുബായിൽ എന്ത് ജോലിയാണ്, ഇവൾ ചെയ്യുന്ന കമ്പനിയുടെ പേരെന്താ, എന്നിട്ട് പറയാം ആർക്കാ കണ്ണുകടി എന്നുള്ള കാര്യം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. കേൾക്കണം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നുള്ള കാര്യം ഈ പുള്ളിക്കാരത്തി പല സമയങ്ങളിലും പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. ഒരാൾ ഒരു വീട് പണിഞ്ഞു, അതിൻ്റെ കണക്ക് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെയുള്ള കമൻറ്റുകൾ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടി മാത്രമാണ്. 1.5 കോടി വിദേശത്ത് ജോലി ചെയ്യുന്നത് കൊണ്ട് വലിയ സംഭവമാണെന്ന് തോന്നുന്നില്ല എനിക്ക്. വരുമാനമുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ അത് പോരെ. സ്വന്തമായി ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് അസൂയ കാണും. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് കോടികളുടെ വീട് പണിതവർ. എൻ്റെ കസിൻ ബ്രദർ 4 വർഷം കൊണ്ട് 2.5 കോടി രൂപ മുതലാക്കി വീട് സ്ഥലവും വാങ്ങിയിട്ടുണ്ട്. ഞാനും അത്രയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ 1 കോടിക്കടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുള്ള കമൻറ്റുകളും ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് മൊത്തത്തിലുള്ള രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മറ്റൊരു തരത്തിൽ ജോലി, അതായത് ഞാൻ ഇത് സമൂഹം പറയുന്നതാണ്, അവരെ ഞാൻ അതിനകത്ത് ആരോപിക്കുന്നു, എനിക്കറിയുന്ന കാര്യമോ അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഈ മൊത്തത്തിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവരവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ പരിപാടി ചെയ്യുന്നത് പോലത്തെ രീതിയിലാണ് ഇവർക്കെതിരെ വരുന്ന കൂട്ടത്തോടുള്ള കമൻറ്റുകൾ. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. അത് എനിക്ക് ഈ പറയുന്ന ആൾക്കാരോടുള്ള ചോദ്യങ്ങളാണ്. നമുക്കിനി അവരുടെ സംഭവം, നമുക്ക് 1-2 റീലുകളും അതോടൊപ്പം തന്നെ അവരുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് ആ വീടിൻ്റെ പാല് വെച്ച് നമുക്ക് കാണാം. ഓക്കെ, വീടിൻ്റെ പാല് വെച്ച് എന്ത് തോന്നുന്നു? ഇപ്പൊ വളരെ സന്തോഷം തോന്നുന്നു. സൂപ്പർ എക്സൈറ്റഡ് മൂഡിലാണ്. വിളിച്ചാലൊക്കെ വരുന്നുണ്ടോ അതോ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഡയറക്റ്റ് അങ്ങനെ ഇവിടെ ഇൻഫ്ലുവൻസേഴ്സിന് ആരും പരിചയമില്ല. അറിയിച്ചിട്ടുണ്ട് എല്ലാവരും. തിരക്കുകളില്ലാത്ത ആൾക്കാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസം എത്ര വർഷം എടുത്തു? 2 വർഷം. വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ജനുവരി വരുമ്പോ 2 വർഷം തികയും. ഹാപ്പി, ഓഫ് കോഴ്സ് ഹാപ്പി. മിക്സഡ് ഇമോഷൻസ് ആണ്. സങ്കടം, ഹാപ്പിനെസ് എല്ലാം ഉണ്ട്. സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാലോ, സന്തോഷത്തന്നെയില്ല വേറെ. അതിനുശേഷം ഇനി അങ്ങോട്ട് പോകുമോ അതോ? പോകും. അറബികളൊക്കെ വരുന്നുണ്ട്, കേരളം കയറ്റാൻ പരമാവധി നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അവര് പറഞ്ഞത് അവർ അധ്വാനിച്ച് വെച്ച വീടെന്നാണ്. നമുക്ക് അധ്വാനം അപ്പം
താഴത്തെ കമൻറ്റ് കേൾക്കണം. സമൂസ വിറ്റുണ്ടാക്കിയ വീട്. സമൂസ എന്ന് പറഞ്ഞതും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആവശ്യം. നല്ല നെയ്യുള്ള സമൂസ, ചീസ് സമൂസ എന്നൊക്കെ കമൻറ്റിട്ട് ആൾക്കാരങ്ങ് സന്തോഷിക്കാം. എന്തായിരുന്നു അധ്വാനം? കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടിയ ക്യാഷ് കൊണ്ട് ഉണ്ടാക്കിയ വീട്. അങ്ങനെ പറയില്ല, എല്ലാറ്റിനും അതിൻ്റെ അധ്വാനം ഉണ്ടല്ലോ. തുമ്പി സ്വന്തം സ്ഥലം വിറ്റ് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു. കഥയിൽ ചോദ്യം ചോദിക്കരുത്. ശരി, ഇതിനകത്ത് മൊത്തം ആൾക്കാരും പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവർ ആരോപിക്കുന്നവർ ഇവർ മറ്റെന്തോ പരിപാടി അവിടെ ചെയ്തിട്ടാണ് ഈ വീട് വച്ചു, അല്ലെങ്കിൽ ഇവർ സാമ്പത്തികം ഉണ്ടാക്കി ഇവരുടെ നേട്ടങ്ങൾ കൊയ്തത് എന്നുള്ളതാണ്. ലളിതമായൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. അതായത് ഇവർ നമുക്ക് മാറ്റി നിർത്താം. മറ്റൊരു സ്ത്രീ എടുക്കാം. അതായത് ഇവർ പറയുന്ന, ഞാനും ദുബായിൽ പോയിട്ടുണ്ട്. ദുബായിൽ ചില നമ്മുടെ ചെറിയ ചെറിയ ഇടവഴികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ളതും നമ്മുടെ നാട്ടിലുള്ളതല്ല, വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലുള്ള സ്ത്രീകൾ അവിടെ മറ്റ് പലതരത്തിൽ നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിൽക്കാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വഴിക്ക് പോകും, അല്ലാത്തവർക്ക് പോകണ്ട. പിന്നെ മസാജ് പരിപാടികൾ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ചെന്ന് നാട്ടിൽ നിന്നും എന്തെങ്കിലും ജോലി കിട്ടി രക്ഷപ്പെടാമെന്ന് കരുതിയിട്ട് അവിടെ പോയി ചെന്ന് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അതേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ പോകുന്നവരുണ്ട്, ജോലിയായിട്ട് തൊഴിൽ സ്വീകരിച്ച് പോകുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് പ്രശ്നം? ഈ ഒരു ചോദ്യം നമ്മളെല്ലാവരും നമ്മളെ കണ്ണാടി പോയി നോക്കി ചോദിക്കേണ്ട ഒരു കാര്യമില്ലേ? സുന്ദരിയായ ഒരു സ്ത്രീ നടന്നു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ആ കുട്ടി കാണാൻ കൊള്ളാതെ, ഒരു സ്ത്രീ കാണാൻ കൊള്ളുന്ന ആണുങ്ങൾ നോക്കും. അതോടൊപ്പം തന്നെ നല്ല കാണാൻ കൊള്ളാവുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകളും നോക്കും. അത് നോട്ടം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ താല്പര്യമുണ്ടായ ആളോട് താല്പര്യമുള്ളവർ തമ്മിൽ ശാരീരിക ബന്ധത്തിന് ഇതുണ്ടെങ്കിൽ, അഥവാ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് അതിനുള്ള പണം കൊടുത്ത് അവർക്ക് ഈ ശാരീരിക തൃപ്തി അടയുന്നു. ഇപ്പം ഇവരെല്ലാവരും ആരോപിക്കാൻ ശ്രമിക്കുന്നത് ചില സ്ത്രീകൾ ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഇവർ ശരീരം വിറ്റുണ്ടാക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ചോദ്യം ഇതാണ്. അങ്ങനെ പോകുന്ന പുരുഷന്മാരെ കുറിച്ച് എന്ത് പറയും? ഇവരുടെ ശരീരം കുറച്ച് മണിക്കൂറുകളെങ്കിലും ഉപയോഗിച്ചിട്ട് പൈസ കൊടുത്തിട്ട് പോകുന്നവരുണ്ടല്ലോ, അവരുടെ കാമാസക്തിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് ഒരിടത്ത് ചെന്ന് കയറി അതിന് പൈസയും കൊടുത്ത് ഒക്കെ പോകുന്ന ആൾക്കാർ, അവർ നാളെ വീടൊക്കെ വെച്ച് ആഡംബര സമുച്ചയങ്ങളൊക്കെ വെച്ച് കാറും വെച്ച് വീടും വെച്ച് വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അതായത് സ്ത്രീകൾക്ക് മാത്രമേ ഈ പേര് ചേരുകയുള്ളൂ. ഒരിടത്തും പോയിട്ട് ഇവൻ മറ്റേ പഴയ പെണ്ണുപടിയനായിരുന്നു എന്ന് എവിടെ ആരും പറയാത്തെന്താ? ഈ പറയുന്ന പുരുഷന്മാരല്ലേ ചെന്ന് ഇതിനകത്ത് നിന്ന് കയറി കൊടുക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ തൊഴിലാണ്, ആ തൊഴിൽ നമ്മൾ മാനിക്കണ്ടേ? അങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ലായിരുന്നു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ളൊരു ഇപ്പം മദ്യം എന്നുള്ള സാധനത്തിന്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, മദ്യം എന്നുള്ളൊരു സാധനത്തിന് പൂർണ്ണമായിട്ട് ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കിയാൽ അടുത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്ന വ്യാജമദ്യ ദുരന്തമാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ തൊഴിലെടുക്കുന്ന ആൾക്കാരില്ലായിരുന്നു കഴിഞ്ഞാൽ സമൂഹത്തിനകത്ത് ഒരു സ്ത്രീകൾക്ക് നേരം കൊണ്ട് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇന്ന് കമന്റ് ഇട്ട് കളിക്കുന്നവരാണെങ്കിലും ഈ ഫ്രസ്ട്രേഷൻ അടിച്ച് നടക്കുന്നവരാണെങ്കിൽ തന്നെ ഇവരെല്ലാവരും ചെന്ന് കയ്യേറ്റം ചെയ്യും സ്ത്രീകളെ. ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് മനസ്സിലാക്കണം, ഒരാൾ അയാളുടെ ഇഷ്ടത്തിന് അയാളുടെ തൊഴിലെടുത്തൊരു കാര്യം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു നേട്ടത്തിന് നമ്മൾ കൈയടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലെങ്കിൽ കൈയടിക്കേണ്ട വിട്ടുകളയുക. ഇവരുടെ പേരിൽ കുറെ നാളുണ്ട് ഇത് കേൾക്കുന്നു. ഇവരെ മാത്രമല്ല കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നടൻ മോഹൻലാൽ അഭിനയിച്ച സിനിമയാണല്ലോ നരസിംഹം സിനിമയ്ക്കകത്ത് ഹേ ദാങ്കണക്ക ദില്ലം ദില്ലം ദാങ്കണക്ക ചെണ്ട മൃദംഗം മേലേക്കാവിൽ പൂരക്കാവടി വീലിക്കോരടി പാണ്ടിപ്പടയണി മീള, നരസിംഹത്തിലെ പാട്ടല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ സിനിമയാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു നടിയുണ്ട്. അവരങ്ങേയറ്റം വളരെയധികം ഹോട്ടായിട്ടാണ് അതിനകത്ത് ഡാൻസ് ചെയ്യുന്നത് എന്ന് കരുതി ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആ സ്ത്രീയെ നിങ്ങൾ വേറൊരു ഫോട്ടോയിൽ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ഇവള് മറ്റവളെന്ന് പറയും. എന്തേ ലാലേട്ടൻ കൂടെ അഭിനയിച്ച് ലാലേട്ടൻ്റെ സിനിമയ്ക്കകത്താണല്ലോ പ്ലേസ് ചെയ്തിട്ടുള്ളത്, എന്തേ പറയുന്നില്ല? ഈ പുഷ്പ എന്നുള്ള സിനിമ ഇറങ്ങി. പുഷ്പയ്ക്കകത്തുള്ള നടി നമ്മളെ മണ്ടാന, ആ പുള്ളിക്കാരത്തി വളരെയധികം ഇതായിട്ടുള്ള രീതിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അവരെ കുറിച്ച് കുറ്റം പറയും? ഇല്ലല്ലോ. എത്രയും നടിമാർ, എത്രയും നടന്മാർ, ഇതെല്ലാം പല രംഗങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അവരെ കുറിച്ച് പറയും? ഇല്ലല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില സ്ത്രീകളെ മാത്രം അവരുണ്ടാക്കുന്ന നേട്ടങ്ങൾ വരുമ്പോൾ ഇവൾ അത് വിട്ടിട്ടുണ്ടാക്കി, ഇവരിത് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന മഹാത്മാക്കൾക്ക് ഇവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഈ പറഞ്ഞു തീർക്കുന്നതല്ലേ? അല്ലെങ്കിൽ നമുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു കാര്യം മറ്റൊരാൾ നേട്ടത്തിലൂടെ അങ്ങ് സ്വന്തമാക്കി അവർ ഉയർന്നു വരുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു കണ്ണുകടി. ഈ പറയുന്ന മഹാത്മാക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തുള്ള പൂരപ്പറമ്പുകളിലേക്ക് കയറിച്ചാടി ഓടി അതിൻ്റെ മതിലുകളും ചാടി അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റേ അണ്ടർവെയർ വരെ അതിൻ്റെ അകത്ത് ചിലപ്പോൾ മതിൽ ചിലപ്പോൾ മുള്ളുവേലിയിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് വന്നിരുന്ന് ന്യായം പറയുകയും ഭയങ്കരമായിട്ടുള്ള സദാചാര ബോധം ഇങ്ങനെ പ്രകടിപ്പിക്കുകയും ചെയ്യും. സമൂസ വിറ്റുണ്ടാക്കി, ഇവള് മറ്റേതുണ്ടാക്കി. എന്താ പറയല്ലേ, നമ്മളെ പല നേതാക്കന്മാർ ഈ അടുത്ത കാലത്ത് കേട്ട വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും അവർക്കൊക്കെ ജയ് വിളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അവിടെ കുറ്റം ഈ പറയുന്ന ചില ഇത് ഒന്നും പറയില്ല. ഇതൊക്കെ മനോഭാവമാണ്. ഇതൊക്കെ ഒരു മനോഭാവമാണ്. ഇനി ഈ പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ കാണാം. ചേർത്ത് വയ്ക്കണേ. ഇതൊക്കെ ലവന്മാർക്ക് ട്രോളാൻ വേണ്ടിയിട്ടുള്ള ഈ പുള്ളിക്കാരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ട്രിഗറായി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരെ എന്ത് കിട്ടിയാലും അവർ അപമാനിക്കും. ആ കമന്റ് നോക്കൂ.
കഴപ്പ് കൂടുതലാണെങ്കിൽ വല്ല മുരിക്കിലും കൊണ്ട് അയ്യോ പറഞ്ഞും പോയല്ലോ ശരി ഓക്കെ 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 ശരി. ദുബായിലെ കഷ്ടം തന്നെ വെറുപ്പിക്കല്ലടി. പാകിസ്ഥാനികളോട് പറയൂ മക്കളെ, ദുബായിൽ അവരാണല്ലോ നിന്റെ സഹായം പറ്റാണ്ടായിരിക്കണു എനിക്ക്, ചില്ലറ കഴപ്പൊന്നും അരച്ച് തേച്ചാൽ മതി ശമനം. ഓക്കെ, ഇതിനകത്ത് നല്ല വിദഗ്ധരായിട്ടുള്ള കമൻറ്റ് ബോക്സ് ഭയങ്കര വിദഗ്ധമായിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റാണ്. ഈ കമൻറ്റ് ബോക്സിൽ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് അവരുടെ മനോഭാവം കൂടെ ഒന്ന് പറഞ്ഞ്, ഇവർ മറ്റൊരു തരത്തിൽ പൈസ ഉണ്ടാക്കുന്നു, ഇവർക്ക് ഭയങ്കര മറ്റേ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. എന്നാൽ അതേ കമൻറ്റ് ബോക്സിൽ ഇവരെക്കുറിച്ച് തന്നെ ഈ പറയുന്ന അത്രത്തോളം വന്യമായ അല്ലെങ്കിൽ നീചമായ കമൻറ്റുകൾ അല്ലെങ്കിൽ സെക്ഷലി ഭയങ്കരമായിട്ടുള്ളൊരു ഈ കമൻറ്റുകൾ ഇടുന്ന അവരുടെ മനോഭാവത്തിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ ആർക്കാണ് ശരിക്കും ഇവിടെ ഫ്രസ്ട്രേഷൻ ആർക്കാണ് ഉള്ളത്? തനിക്ക് കിട്ടുന്നുമില്ല, മറ്റൊരുത്തന്മാർ എവിടെയൊക്കെ എന്തൊക്കെ നടത്തുന്നുമുണ്ട്, അത് തനിക്ക് കിട്ടാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ എപ്പോഴും കുറ്റം പറയും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പണ്ടൊരു പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കല്യാണ ആലോചന നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ ജംഗ്ഷനിൽ ഒരിടത്ത് വന്ന് അദ്ദേഹത്തിന് വെള്ളടക്കാർക്കൊക്കെ അറിയാം, അത് കല്യാണത്തിൻ്റെ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർ നോക്കും. അദ്ദേഹത്തിൻ്റെ ഇത്തിരി മുതിർന്ന കാരണവരൊക്കെ ചില കടയൊക്കെ ഉണ്ട് വെള്ളയുടെ. അപ്പോൾ വന്ന് ചോദിക്കും, അതെ ഇന്നെ എൻ്റെ ശേഷാരിക്കോ അല്ലെങ്കിൽ മകൾക്കോ ഒക്കെ കല്യാണമാണ്, അതുപോലെ ഇവിടുത്തെ ഒരു പയ്യൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യൻ തന്നെ, വർഷമൊന്നുമില്ല. പിന്നെ വീടിൻ്റെ അടുത്ത് പൊട്ടക്കിണർ വല്ലതും ഉണ്ടോ? അതായത് നമ്മുടെ കിണറുണ്ടോ, ഉപയോഗശൂന്യമായ കിണർ? അവർ കാര്യം ചെയ്യും, അതിനെക്കാട്ടിലും മറ്റേ എന്താണ് കിണറിൽ കല്ലും കെട്ടി മോളെ കെട്ടി താഴ്ത്തിക്കോ, 24 മണിക്കൂർ വെള്ളമാണ്. ഇതേ പയ്യൻ ചിലപ്പോൾ നല്ല ജോലിയിൽ ഇരിക്കുന്നവനായിരിക്കാം, ഒരു തരത്തിൽ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ആളായിരിക്കും, എങ്കിൽ പോലും അവനെക്കുറിച്ച് മോശം പറഞ്ഞു കൊടുത്താലേ ഇദ്ദേഹത്തിന് സമാധാനമാവുകയുള്ളൂ എന്നുള്ള കാര്യം ഒരു ഫ്രസ്ട്രേഷനാണ്. മനസ്സിലാവുന്നുണ്ട്, ഒരു ഇറിറ്റേഷൻ, ഇതൊക്കെയാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്കിടയിൽ ഉണ്ട് ഇപ്പോഴും. അതിൻ്റെ മറ്റൊരു വിഭാഗമാണ് ഇങ്ങനെ കൂട്ടം കൂടി എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യാത്ത പുണ്യാത്മാക്കളാണ് ഉള്ളത്. പാപങ്ങൾ ചെയ്യാത്ത, വളരെയധികം മാനുഷികമായ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാര സമ്പന്നരായ സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലും കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ നട്ടപ്പാതിരാത്രിക്ക് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കയറ്റിവിടുന്ന, അല്ല എല്ലാം കൂടെ നിന്ന് സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. വേറെ ഒരു തരത്തിലും മനസ്സിൻ്റെ 7 അയലത്തിലൂടെ പോലും ഇവരാരും ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് വേണ്ട, ഞാൻ എൻ്റെ ചിന്ത പറഞ്ഞ് അതിനെക്കാട്ടും എന്റെ ഇഷ്ടം നീ തിരിച്ചറിയുന്നുണ്ടെന്ന് അറിയാം. ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് ഇവരെ ഈ കാണുന്ന ആൾക്കാർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഓക്കെ, മോട്ടിവേഷൻ ഇതാണെങ്കിൽ കേട്ടോ, നല്ല ഗംഭീരം വീട്, നല്ല സുന്ദരമായ വീട് ഇല്ലേ, നല്ലൊരു വീട്, നല്ല അടിപൊളി വീട്. ഈ കാണുന്ന എത്രയോ ആൾക്കാരുടെ സ്വപ്നമായിരിക്കുമല്ലേ വീട്. ഈ നമ്മുടെ രേണു സുധി, ഇതിനിടയ്ക്ക് പറയാതെ പോകാൻ പാടില്ലല്ലോ, എനിക്ക് അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഒരുപാട് തെറി വിളി കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സ്ത്രീ അവർ സമൂഹത്തിൻ്റെ ഒരു കൂട്ടം ആൾക്കാരുടെ അടുത്ത് ആരൊക്കെ വീട് കൊടുത്തു, ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് അഹങ്കാരം കാണിച്ചു, അഹങ്കാരി എന്ന പേര് കേട്ടു, മറ്റേ അവരെ ഒരുപാട് കല്ലറച്ചിലുണ്ടായിരുന്നു. അവർ അത് പറയുന്നു, ഇത് പറയുന്നു, വർത്തമാനം പറയുന്നു. പണ്ട് ഹെലനോസ് പാട്ട, അതായത് നമ്മുടെ ധന്യ രാജേഷ് കമൻറ്റ് ബോക്സിൽ വന്ന് ലൈവിൽ വന്ന് തെറി പറയുന്നവരെ തിരിച്ച് തെറി പറഞ്ഞപ്പം അവർക്ക് വേറെ പേര് കിട്ടി. സോ അതിനുശേഷം രേണുസുധിയെ കൂട്ടമായിട്ടുള്ള ഒരു ആക്രമണം നടത്താൻ നോക്കി. എന്തായി? എന്നിട്ട് രേണുസുധി ജീവിതത്തിൽ ഇപ്പോൾ വിജയിച്ചേനെ നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ കണക്കൂട്ടിൽ വിജയിച്ചേനെ നിൽക്കുന്നതാണ്. അവർ സ്വന്തമായിട്ടൊരു വീടും ഒക്കെ സെറ്റപ്പ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ കാറൊക്കെ ഇടുന്ന അടുത്ത വീഡിയോ ഒക്കെ കണ്ടു. അങ്ങനെ മുന്നോട്ട് പോകുന്ന കുറച്ചധികം ഉരുക്ക് വനിതകളെന്ന് തന്നെ പറയണവരൊക്കെ അങ്ങനെ മുന്നോട്ട് പോട്ടെ. സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഈ കുറേ സോഷ്യൽ മീഡിയക്കകത്തു നിന്നുള്ള ഹരാസ്മെൻറ്റും ബുള്ളിയും കാരണം ആൾക്കാരെന്തിന് പുറകോട്ട് പോകണം? അവർ ജീവിക്കട്ടെ. അപ്പോൾ ഇതാ ഇവിടെ നോക്കൂ, നിങ്ങളിൽ എത്രയോ ആൾക്കാരുടെ സ്വപ്നമായിരിക്കും ഒരു വീട്. നിങ്ങൾ എത്രയോ കാലം കൊണ്ട് ചിലപ്പോൾ വാടക വീട്ടിലുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു വീട് വയ്ക്കാൻ തുടങ്ങിയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീട് വയ്ക്കാൻ വേണ്ടി പറ്റത്. അപ്പോഴും മറ്റേ വിദഗ്ധർ കമൻറ്റ് ചെയ്യും, നമ്മളൊക്കെ മാനത്തോടുകൂടി നാണത്തോടെ ഞാൻ പറയുന്നത്, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കാം, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാത്തവരായിരിക്കാം. അത് ചെയ്യുന്ന ഒരാൾ, ഇപ്പം ഞാൻ പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ജോലി ചെയ്യുന്ന ഒരാൾ, തൊഴിലല്ലേ, ആ തൊഴിലെടുക്കുന്ന ആൾക്കാർ ആ തൊഴിലെടുക്കുമ്പോൾ ആ തൊഴിലിന് അവർക്ക് പൈസ കൊടുത്ത് അവരുടെ ശരീരം പങ്കെടുക്കുന്ന ആളെ നമ്മൾ എന്ത് പറയണം? അപ്പോൾ ഇവർ തയ്യാറായിട്ടല്ലേ എന്ന് പറയുന്നത് ന്യായമില്ലല്ലോ. പോകുന്നവൻ എന്തിനാ പോകുന്നത്? അപ്പോൾ അവനെ നമ്മൾ എന്ത് പറയണം? അല്ലേ, ഇവരെ ഏകപക്ഷീയമായിട്ടൊരു ഇത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയുക. അപ്പോൾ ഇതിനകത്ത് എനിക്കിവരെ കുറിച്ച് എനിക്കറിയത്തൊന്നുമില്ല. എൻ്റെ അറിവിൽ എനിക്കറിയില്ലാണ്. ദുബായ് അത്രത്തോളം കണ്ടിട്ടുള്ള ഒരാളൊന്നുമല്ല. എന്നാലും കുറച്ച് ആൾ ദുബായിൽ ഉണ്ടായിരുന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. എന്നാലും നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ പ്രശ്നമുണ്ട്. ഒരാൾ എവിടെയെങ്കിലും നന്നാവുകയാണെങ്കിൽ അയാൾ എവിടെ കൂടെയും കൂട്ടാക്രമണം നടത്തുക എന്നൊരു പൊതു സ്വഭാവം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചോരയിൽ അലിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഏറെക്കുറെ ആൾക്കാർക്ക്. അവർ വീട് വെച്ചു, ഒരു കാറൊക്കെ വാങ്ങി, അവർ ഐശ്വര്യമായിട്ട് ആ വീട്ടിൽ താമസമായി. അവരെങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാര്യം നമ്മളെന്തിനു ചിന്തിക്കണം, നമ്മളെന്തിനു ചിന്തിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ എന്നെ സമൂഹത്തിനെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോയോ? ഇല്ലല്ലോ. പിന്നെന്താ?
നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ മനസ്സ് അറിഞ്ഞ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് പൗലോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത്. ആ വേർഡ്സ് വളരെ ട്രൂ ആണ്. കാരണം ഞാൻ അത്രയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിന്റെ പുറകെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്കത് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് പ്രേക്ഷകരോട് അത്രയും പറയാനുള്ളത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതിപ്പോ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യത്തിന് പുറകെ ഇറങ്ങി തിരിക്കുവാണെങ്കിൽ നമുക്ക് ഇതല്ല ഇതിനപ്പുറമാണെങ്കിലും നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ കമന്റ്, ഈ ഒരു വീഡിയോ ഇവരിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഇതിന്റെ കമന്റ് ബോക്സിന്റെ അകത്ത് ഇവർക്കെതിരെ എന്തായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവും. സമൂഹം ഒരാളെ ഒരു വീക്ഷണകോണിൽ കാണും. പണ്ട് ചങ്ങമ്പുഴ, പല വീഡിയോക്കകത്തും പറഞ്ഞു, ചങ്ങമ്പുഴ പണ്ട് എന്താണ് ചാരായ ഷോപ്പിന്റെ അടുത്താണ് റേഷൻ കട, അവിടെ പോയിട്ട് നിരന്തരമായിട്ട് മണ്ണെണ്ണ വാങ്ങാനും മറ്റു പല സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചുമ്മാ അദ്ദേഹത്തിനെതിരെ അടിച്ചിറക്കിയ ഒരു ന്യൂസ് ആയിരുന്നു, റൂമറായിരുന്നു. അദ്ദേഹം ഭയങ്കര വെള്ളമടിയാണ്, അവിടെ 24 മണിക്കൂറും അവിടെ കള്ളുഷാപ്പിലും ചാരായ ഷാപ്പിലാണ്. പിൽക്കാലത്ത് സംഭവം അങ്ങനെ സംഭവിച്ചു. സമൂഹം ഒരാൾ ചാർത്തി കൊടുക്കുന്ന ഒരു പട്ടമുണ്ട്. ഈ പറയുന്ന എത്ര പേർക്ക് ഇവരെ ഈ പണിയെടുക്കുന്നത്, ഇവർ റിയൽ എസ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. ഈ പറയുന്ന വിദഗ്ധരുടെ അഭിപ്രായം കണ്ടിട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. സോ ഇതാണ് ഒന്ന്, കഴിഞ്ഞില്ല. ഇനി വീടിന്റെ പാലേജ് സൂപ്പർ അവരുടെ സൂപ്പർവൈസറിന് പൊന്നാട് അണിയിക്കുന്നു. വല്ല ഫംഗ്ഷനായിട്ട് എടുത്തത്. ഓക്കെ, അതിന്റെ കമന്റ് ബോക്സ് ഓഫ് വേടി ഇപ്പൊ സൈറ്റ് എന്നാണ് പറയുന്നത്. എന്ത് പ്രഹസനമാണ് സജി. ഇതിൽ കുറച്ച് തുക കൊണ്ട് പാവങ്ങൾക്ക് 3-4 നമ്മുടെ കമന്റ് വന്നേ. ഇതിൽ കുറച്ച് തുക കൊണ്ട് പാവങ്ങൾക്ക് 3-4 വീടുകൾ വെച്ച് നൽകിയിരുന്നെങ്കിൽ അവർ സുഖമായി ഉറങ്ങിയനെ. സർവേശ്വരൻ കനിഞ്ഞു തരുമ്പോൾ അഹങ്കാരം പാടില്ല ചേച്ചി. അച്ചായൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടു നോക്കും. അച്ചായൻ ഞാൻ ഒന്നും പറയുന്നില്ല, അത് അദ്ദേഹം നല്ല കാര്യം തന്നെ ചെയ്യുന്നത്. അദ്ദേഹം ബിസിനസ് ചെയ്ത് അതിനകത്ത് ഓക്കെ. എനിവേ, ഇവള് ഇവള് പൊന്നാട അണിയിക്കാനെന്നൊക്കെ ചോദിക്കുന്നു. എന്താ ഇതൊക്കെ നാട്ടുകാരെ കാണിക്കുന്നു, ഇവർ ആരാ ഇതൊക്കെ പൊന്നാട മാത്രമേ കാണൂ, കഷ്ടം. സോ പൈസ കൊടുത്തോ അതോ എന്തോ, അതാ പറഞ്ഞേ, നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, അതങ്ങ് തീരുന്നത് വരെ അങ്ങ് ആക്രമിക്കുക എന്നുള്ളത് മാത്രമേ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നാളെ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ അറിയുന്ന ഒരാളോ ഒക്കെ ആയിക്കോട്ടെ, അവർ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഏത് വഴിയാവാം അവർ തിരഞ്ഞെടുക്കുന്ന മാർഗത്തിലൂടെ, അതായത് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന തൊഴിലായിരിക്കണമെന്നില്ല, മറ്റൊന്ന് തൊഴിലാവാം. പക്ഷെ ആ സമൂഹത്തിൻ്റെ അകത്തും പല ആൾക്കാർ ഏർപ്പെടുന്ന തൊഴിൽ തന്നെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷം പല പേരുകൾ നേടിയ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ജീവിതത്തിൽ രക്ഷപ്പെട്ടു വന്നതിന് ശേഷം അവരെ സമൂഹം അനാവശ്യമായിട്ട് അവർ പോലും അറിയാത്ത കുറ്റങ്ങൾ ചാർത്തി കൊടുത്ത് അവരെ ഇങ്ങനെ പട്ടമണിയിക്കുന്ന ഒരു പരിപാടി നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പറയും, ഇതൊക്കെ പറയാൻ നീ ആരാ, ഇവളെയൊക്കെ നമുക്കറിയാം ദുബായിലുള്ളതാണ്. ഞാൻ പറയട്ടെ, ആയിക്കോട്ടെ, ഇപ്പോൾ ഇവരെന്നല്ല ആരും ആയിക്കോട്ടെ, ഈ ദുബായിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ തൊഴിൽ തന്നെ എടുക്കുന്നവരെന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പോഴും പറഞ്ഞു നിർത്തുമ്പോഴും ഞാൻ അതിനെ ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെ തൊഴിലെടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നവരെ അവർ നല്ല നല്ല വീടും മറ്റു സംവിധാനങ്ങളുമായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ എന്ത് പറയും? അതും കൂടെ ഒന്ന് പറയണം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എവിടുത്തെ അടുത്ത വീഡിയോ ഉണ്ടാകും ഗൈസ്. ബൈ.